വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ അലീനാലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഡേ 3 ഇൻ ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും പരിപാടികളാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഡേ 3 ഇത്ര ലേറ്റ് ആയതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അധികം എനിക്ക് മടിയായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ മടിയായിരുന്നു. എനിക്കിപ്പോൾ നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണമായിരിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും ഇന്ന് എഡിറ്റ് ചെയ്യുക, നാളെ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിപ്പോയത്. അതുകൊണ്ട് എല്ലാവർക്കും ആദ്യമേ സോറി. ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ അന്ന് ഞങ്ങൾ എല്ലാവരും നേരത്തെ എണീറ്റു കേട്ടോ. അതിൻ്റെ തലേദിവസം ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ പ്രോഗ്രാമിൻ്റെ അന്ന് നേരത്തെ രാവിലെ എണീക്കണം. കാരണം ഡ്രസ്സും കോസ്റ്റ്യൂമും മേക്കപ്പും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഞങ്ങൾക്ക് രാവിലെയാണ് പ്രോഗ്രാം. 9 to 12 ആണ് ഗ്രൂപ്പ് ഡാൻസ് പ്രോഗ്രാം. അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾക്ക് റെഡി ആയിട്ടൊക്കെ വരണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 5 മണി 4:30 ടൈം ആയപ്പോഴേക്ക് എണീറ്റു. എൻ്റെ മുഖത്ത് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ലേ, ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞാൽ ഞാൻ അന്നത്തെ പ്രോഗ്രാമിൻ്റെ തലേദിവസം ഭയങ്കര നേരത്തെ ഉറങ്ങിയായിരുന്നു. ഞാൻ മാത്രമല്ല എല്ലാവരും ഉറങ്ങിയായിരുന്നു. കാരണം പിറ്റേ ദിവസം രാവിലെ എണീക്കണമല്ലോ. എന്നാലും ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു എനിക്ക്. 5 മണി ആയപ്പോഴേക്ക് ഞങ്ങളിത് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി. ഇനി ഹെയറൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് മേക്കപ്പ് സെക്ഷൻ ഇട്ട്. മാമും ടീനയും ലിബിനെയാണ് മേക്കപ്പിൻ്റെ ആ ഒരു ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് വരെ ഞങ്ങൾ ഹെയറൊക്കെ സെറ്റാക്കി എല്ലാം സെറ്റാക്കി കഴിഞ്ഞു. അപ്പോൾ അവരെല്ലാവരും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ കൊച്ചുങ്ങളും ഉറക്കമാണ് കേട്ടോ. ഈ ക്ലാസ് റൂമിൽ തന്നെ കുറേ പിള്ളേരുണ്ട് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, വേറെ വേറെ കോളേജസിൽ നിന്നും അവരുടെ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു കോക്കോയാണെന്ന് തോന്നുന്നു. ഇവരെല്ലാവരും ഭയങ്കര സുഖമായിട്ട് ഉറങ്ങണുണ്ട് കേട്ടോ. എനിക്ക് അസൂയായിട്ട് തോന്നി. കാരണം അയ്യോ ഇങ്ങനെ ഉറങ്ങണ്ട ഞാനാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞങ്ങൾ ഇപ്പം ഞാൻ പറയട്ടെ, നേരത്തെ എണീറ്റ് ഡ്രസ്സ് മാറി മേക്കപ്പ് ഇട്ട് ഓർണമെൻറ്റ്സ് ഇട്ടാലും ലാസ്റ്റ് നിമിഷം ഞങ്ങൾ ഭയങ്കര തിരക്ക് പിടിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അത് എല്ലാ പ്രാവശ്യം അങ്ങനെയാണ്. എത്ര നേരത്തെ എണീറ്റ് ഓർണമെൻറ്റ്സ് സെറ്റാക്കിയും മേക്കപ്പൊക്കെ എല്ലാം റെഡിയാക്കി ചെയ്താലും ലാസ്റ്റ് നിമിഷം ഞങ്ങൾ തിരക്ക് പിടിച്ചായിരിക്കും എല്ലാ പ്രോഗ്രാമിനും പോണത്. ഞങ്ങളുടെ കോസ്റ്റ്യൂംസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ദൂരേന്ന് നോക്കുമ്പോൾ എൻ്റെ പൊന്നീശത് അടിപൊളിയാട്ടോ. കാരണം ഭയങ്കര സൂര്യപ്രകാശം പോലെ ഭയങ്കര മിന്നിത്തിളങ്ങിയായിരുന്നു ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ ആരും തന്നെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ജസ്റ്റ് കോസ്റ്റ്യൂം കണ്ടപ്പോഴും വലിയ ഞങ്ങൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായില്ല. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ അടിപൊളിയായിരുന്നു. ഭയങ്കര മിന്നിത്തിളക്കവും ഭയങ്കര ദൂരെ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ്. എല്ലാവരും കൂടിയൊക്കെ ദൂരെ നിന്നൊക്കെ ഗ്രൂപ്പായിട്ട് വരുമ്പോഴേക്കും അടിപൊളിയായിരുന്നു. അത്രയ്ക്ക് നല്ല സൂര്യപ്രകാശമായിരുന്നു അവിടെ. ഞങ്ങൾ ആ സ്റ്റേജിട്ട് കയറിയപ്പോഴും എല്ലാവരും ഞങ്ങളെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അത്ര മിന്നിത്തിളക്കമായിരുന്നു. ഭയങ്കര സ്റ്റോൺ വർക്കൊക്കെ ഉള്ള ഒരു കോസ്റ്റ്യൂമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര മിന്നിത്തിളക്കമായിരുന്നു. ഞങ്ങളപ്പോൾ സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ ഇരിക്കട്ടെ. ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ആവാൻ ഇനി നിമിഷ നേരങ്ങൾ മാത്രം. അപ്പോൾ ടെൻഷൻ ഉണ്ട് എല്ലാവർക്കും. കാരണം നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ആയിട്ട് ടെൻഷൻ ഉണ്ട്. എന്നാലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഭയങ്കര ആൾക്കാരാട്ടോ. അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഭയങ്കര ആൾക്കാരാണ്. അങ്ങോട്ട് ഫുൾ ആൾക്കാരായിരുന്നു. ഗൈസ്, ഞാൻ എൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ഡ്രസ്സ് മാറിയ ഒരു വേഷമാണ് കേട്ടോ. അന്നേരത്തെ ഉള്ള ഒരു വീഡിയോ ആട്ടോ ഇത്. കാരണം ഡാൻസിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്ത് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഡാൻസ് കഴിഞ്ഞ റൂമിൽ ഓടി വന്ന് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് വെക്കാൻ തന്നെ ഫ്രഷ് ആയിട്ട് ഞങ്ങളിതേ തിരിച്ച് ബാക്കിയുള്ള പ്രോഗ്രാംസ് കാണാൻ പോവാണ്. പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ ടെൻഷൻ അടിച്ച് സ്റ്റേജിൽ കയറുന്നേക്കാൾ മുമ്പ് ടെൻഷൻ അടിച്ച് ഞാനൊരു വഴിയായി. എനിക്കത് എല്ലാ പ്രാവശ്യം ഉള്ളത് കേട്ടോ. സ്റ്റേജിൽ കയറുന്നേക്കാൾ മുമ്പ് എനിക്ക് ഭയങ്കര വിറയില്ല. എനിക്ക് എന്തോ ഭയങ്കര എത്ര പ്രാവശ്യം സ്റ്റേജിൽ കയറിയാലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതെന്താ അറിയില്ല. കളിച്ചു കഴിഞ്ഞാൽ ഓക്കെ, പക്ഷെ സ്റ്റേജിൽ കയറുന്നേക്കാൾ മുമ്പ് ഭയങ്കര ടെൻഷനായിരുന്നു. ഞങ്ങളങ്ങനെ ആദ്യമേ പോയി തട്ടിയിട്ടു. കാരണം രാവിലെ ഒന്നും കഴിച്ചില്ല. ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ഡ്രസ്സ് മാറി ഇങ്ങനെ ഇരുന്നോണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയാ പോയി ഫുഡ് കഴിക്കണേന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിതേ പോയി പിസയൊക്കെ കഴിച്ചു. അവിടുന്ന്
ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴേക്ക് റിസൾട്ട് പബ്ലിഷ് ആക്കുമെന്ന് അവർ നേരത്തെ പറഞ്ഞായിരുന്നു. അതിനു മുമ്പ് നമുക്കൊരു കോള് വരുമായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും പ്രൈസ് ഉണ്ടോയെന്ന്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉണ്ടോയെന്ന്. ഫസ്റ്റിന് 15,000 ക്യാഷ് പ്രൈസാണ്, സെക്കൻഡിന് 12,000, തേർഡിന് 10,000, പിന്നെ അതുപോലെ ട്രോഫി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയോന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഗൈസ്, അങ്ങനെ ഞങ്ങൾ മാജിക്കൽ ഐസ്ക്രീംസിൻ്റെ എടുത്തിട്ടാണ് അടുത്ത പോക്ക്. അപ്പോൾ ഇത് ഞങ്ങളുടെ മാമാണ്, ഇന്ദുമതി മാം. അപ്പോൾ മാമാണ് ഞങ്ങളുടെ എല്ലാ ഡാൻസിനും ഞങ്ങളുടെ കൂടെ വരുന്നതും ഒക്കെ കാര്യങ്ങൾ. മാം ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം മാം മേടിച്ചു തന്നിട്ട് ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ ഈ പുള്ളി ഒത്തിരി കളിപ്പിച്ചു, എൻ്റെ മൂക്കിയിട്ടൊക്കെ ഒരു ഇടി വെച്ചു തന്നു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു മാജിക്കൽ ഐസ്ക്രീമിൻ്റെ ഒരു സംഭവം. പക്ഷേ കൊള്ളായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കൊള്ളായിരുന്നു, പക്ഷെ കുറച്ചധികം ചുറ്റിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അങ്ങനെ നല്ലായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പണ്ടൊക്കെ റീൽസിൽ ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം ആന്ധ്രയിൽ വന്നപ്പോൾ എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഗൈസ്, ഇത് നമ്മുടെ ട്രോഫി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൈസ് കിട്ടിയെന്ന്. ഞങ്ങൾക്ക് ഫസ്റ്റ് റണ്ണർ അപ്പാണെന്ന് വെച്ചാൽ സെക്കൻഡ് പ്രൈസാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കണേ. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിശേഷം ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും പറയുന്നതായിരിക്കും. അങ്ങനെ പ്രൈസൊക്കെ കിട്ടി, 12,000 ക്യാഷ് പ്രൈസും കിട്ടിയത് ഞങ്ങൾ എല്ലാവരും തിരിച്ച് അന്നേരം തന്നെ പ്രൈസൊക്കെ കിട്ടി. ഞങ്ങളിത് അന്നേരം തന്നെ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ഗുണ്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇനി ചെന്നൈക്ക് ട്രെയിൻ കയറണം, അതിന് ചെന്നൈ ടു സേലം, അങ്ങനെയാണ് കണക്റ്റഡ് ട്രെയിനാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര വിശക്കുന്നു. ഞങ്ങൾക്ക് എവിടെ ചെന്നാലും വിശപ്പാണ്. വിശപ്പിന് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഇത് അന്നേരമാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ സ്പെഷ്യൽ സംഭവം കേട്ടോ, ട്രെയിനിൽ റെസ്റ്റോറൻറ്റ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കാണണേ. ആംബിയൻസിൻ്റെ കാര്യത്തിൽ ഭയങ്കര പക്കയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ആംബിയൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ, ഈ ട്രെയിൻ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇത് അരുൺ ഞങ്ങളുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അന്നേരം. ഞങ്ങളുടെ കുറേ ഫോട്ടോസ് അരുൺ എടുത്തു തന്നു. അപ്പോൾ അരുണിന് ഭയങ്കര താങ്ക്സ് കേട്ടോ. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു തന്നായിരുന്നു ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഇടയിൽ. ഞങ്ങൾ ഒരു അത്യാവശ്യം ഒരു 16 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ സേലത്തുനിന്ന് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരും. പിന്നെ ചെന്നൈക്കാരുണ്ടായിരുന്നു, പിന്നെ മാംസ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോകട്ടത്. ഇത് സുലു, ഇത് അനു. എനിക്ക് ഈ ഒരു ട്രെയിൻ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി ഒരു സെറ്റപ്പ് ആയിരുന്നു ഇത്. സെറ്റിങ്സ് ഒക്കെ ആയാലും അടിപൊളി. ഇതിൻ്റെ പുറത്തായാലും ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ ആണെന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറി. സെക്കൻഡ് കിട്ടിയാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും സെക്കൻഡ് കിട്ടിയപ്പോൾ ഫസ്റ്റ് എന്താ കിട്ടാത്തതെന്ന് ഓർത്തൊരു സങ്കടമായിരുന്നു. അതെപ്പോഴും എല്ലാവർക്കും അങ്ങനെയല്ലേ. ഞങ്ങൾ പക്ഷേ ഇവിടുന്ന് സേലത്തുനിന്ന് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോലും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ പോയേ. സെക്കൻഡ് കിട്ടിയില്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അവിടെ ചെന്ന് സെക്കൻഡ് കിട്ടിയപ്പോൾ എന്താ ഫസ്റ്റ് കിട്ടാത്തതെന്നായിരുന്നു. ഇന്നെങ്കിലും വെറൈറ്റി ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ച് ലാസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഭയങ്കര ഫ്ലോപ്പായി പോയി. ചിക്കൻ റൈസ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും കാണിക്കട്ടെ, എന്തെങ്കിലും വിശക്കുവാലോ, എന്നിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു കഴിച്ചു. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ക്വാണ്ടിറ്റി കേട്ടോ. അത് ഫുള്ള് നമുക്ക് തിന്നാൻ പറ്റിയില്ല. ഒരു ഫുള്ള് ചിക്കൻ റൈസ് ഫുള്ള് 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോകണം. എന്നിട്ട് അവിടെ നിന്ന് ചെന്നൈക്കുള്ള ട്രെയിൻ കയറണം. അപ്പോൾ അത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.